ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ കരീം. അപ്പം നമുക്ക് റമദാനിൽ നല്ല ചൂടാണല്ലോ ഈ പ്രാവശ്യം. അപ്പോൾ ഈ ചൂടത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള 3 ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല നമ്മുടെ ആ ഒരു ക്ഷീണവും ദാഹമെല്ലാം മാറ്റാൻ പറ്റിയ നല്ല ഡ്രിങ്കാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടും കൂടിയാണ്. എന്നാൽ ഇനി റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പി നമ്മൾ 2 കപ്പ് പാലാണ് ഒരു പാനിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചെടുക്കണം. പാൽ എത്രയാണോ എടുക്കുന്നത് സെയിം അളവിൽ വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതലും കുറച്ചൊക്കെ എടുക്കാം. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിനും കുറച്ച് മധുരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ മധുരമൊക്കെ നോക്കിയിട്ടിടുക. ഇനി ഇതാ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന വലിയ സ്പൂണില്ലേ, ആ ഒരു സ്പൂണിന് ഫുള്ളായിട്ട് ഇത്രയും ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഞാൻ എടുത്തത് വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്കിതാ ഈ സ്പൂൺ നിങ്ങൾ നോക്കണം കേട്ടോ. വലിയ സ്പൂണാണ്, ചെറിയ സ്പൂണല്ല, ടേബിൾ സ്പൂണാണിത്. ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ അളവിൽ നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. കാരണം അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വല്ലാതെ അങ്ങ് തിക്കായിട്ട് പോകും. അപ്പം ഞാൻ കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് ആ ഒരു കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുത്തിട്ട് ഈ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് എല്ലാം കൂടെ. എന്നിട്ട് വേണം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു ഇളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ തിന്നായിട്ടുള്ള സേമിയാണ്. നല്ല തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അധികം കൊണ്ട് കുറുകൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നല്ല തിക്കായിട്ടുള്ള നാട്ടിൽ കിട്ടുന്ന സേമിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് അളവ് ചേർക്കാൻ പാടില്ല. ഒരു 1/4 കപ്പ് ചേർത്ത് നോക്കുക. കാരണം അത് പെട്ടെന്ന് തന്നെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുറുകി തിക്കായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കസ്കസാണ് കുതിർത്ത് വെക്കുന്നത്. ഇതിന് പകരമായിട്ട് ചിയാ സീഡ് വേണമെങ്കിൽ അതും കുതിർക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പം ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇത് കസ്കസാണ്. പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങനെ കുതിർന്ന് സോക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമുക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രേപ്സ് ഉണ്ട്, പിന്നെ പഴമുണ്ട്, ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഈത്തപ്പഴമുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, സേമിയ കസ്റ്റാർഡ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ആദ്യം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ആപ്പിൾ ഉള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴവും ഈത്തപ്പഴം എല്ലാം അങ്ങനെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് എടുക്കുന്ന ഫ്രൂട്ട്സ് അധികം പുളിയില്ലാത്ത നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. കഴിവതും നിങ്ങൾ അനാർ, പോമഗ്രനേറ്റ് ഇല്ലേ, മാതള നാരങ്ങ എന്നാണോ മലയാളം പറയാമെന്നറിയില്ല, അത് ചേർത്ത് കൊടുക്കാതിരിക്കുക. അത് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു സീഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കടിക്കലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആകെ കുളമാവും. അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസും ചേർത്ത് എല്ലാം കൂടെ കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ചേരുവകളൊക്കെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. 100% അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നല്ലൊരു തണുപ്പോടുകൂടി തന്നെ ഈ ഒരു പായസം നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു തണുത്ത പായസമാണ് കേട്ടോ. കുറച്ച് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ മറക്കല്ലേ. നോമ്പൊക്കെ തുറന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റിഫ്രഷിങ് ആയിട്ട് എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് യൂസ് ചെയ്യാം. രണ്ടും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ചിയാ സീഡ് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചിയാ സീഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതവിടെ കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ കഷ്ണം വത്തക്ക കുഞ്ഞു പീസാക്കി മുറിച്ചിട്ട ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മാഷ് ചെയ്തിട്ട് കൊടുക്കുമ്പം അതിലുള്ള വെള്ളം ഇല്ലതാ ഇതുപോലെ അങ്ങ് ഇറങ്ങി വരും.
നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എത്ര മധുരം വേണോ അത്രയും മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു കയ്യിൽ മാത്രം മധുരം ചേർക്കുന്നേ ഉള്ളൂ. ഏകദേശം 1/4 കപ്പോളം വരും. ഈ ഒരു വത്തക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതാ ഇതിലോട്ട് നന്നായിട്ട് കാച്ചിയ ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണിത്. കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. കാച്ചാതെ നേരിട്ട് ജ്യൂസിലോട്ട് ഇങ്ങനെ ചേർക്കാതിരിക്കുക. അത് നമ്മുടെ വയറിനൊക്കെ പ്രശ്നമാവും. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. റൂഹ് അഫ്സയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് റൂഹ് അഫ്സയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റിനും ജ്യൂസിൻ്റെ ഒരു കളറിനൊക്കെ അനുസരിച്ചിട്ട് റൂഹ് അഫ്സയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ കുടിക്കാം. നല്ല റിഫ്രഷിങ്ങും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താർ ഡ്രിങ്ക് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ചൂട് സമയത്ത് ആർക്കും കുടിക്കാൻ പറ്റുന്ന, ഏത് സമയത്തും കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. അപ്പം അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്കസാണ് ഞാൻ കുതിർത്തെടുക്കുന്നത്. കസ്കസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ഇതിനു പകരമായിട്ട് ചിയ സീഡും യൂസ് ചെയ്യാം. ചിയ സീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിതാ ഈ കാണുന്ന ആളാണ് ഈ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്യുക്കമ്പറാണ്. നമ്മൾ ക്യുക്കമ്പർ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെച്ച് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്. അടിപൊളി ടേസ്റ്റാണിത്. അപ്പം നല്ല ഇളയത് നോക്കി വേണം എടുക്കാനായിട്ട്. ഉള്ളിൽ സീഡൊന്നും വരാത്ത നല്ല ഇളയ ക്യുക്കമ്പർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കണം. ഞാൻ ജസ്റ്റ് പീൽ ചെയ്തിട്ട് ആ ഒരു ക്യുക്കമ്പറിൻ്റെ സ്കിന്നൊക്കെ കളയുന്നുണ്ട്. ക്യുക്കമ്പർ സ്കിന്നോട് കൂടി ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അത് അരഞ്ഞു പോവോ, അതിൻ്റെ ഒരു ചവർപ്പ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് ആ 2 അറ്റവും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതൊരു കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം. ഇതാ കണ്ടോ, ഇതിൻ്റെ ഉൾവശത്ത് സീഡൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇതുപോലത്തെ ഇളയത് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 5 ക്യുക്കമ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കാച്ചിയ ശേഷം തണുപ്പിച്ചെടുത്ത 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു നുള്ളി ഏലക്കായപ്പൊടി ഒട്ടും കൂടാൻ പാടില്ലേ, ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് പഞ്ചസാര എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇളയ ക്യുക്കമ്പർ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് വന്നിട്ടുള്ളത്. മൂപ്പ് കൂടിയതാവുമ്പം ആ ഒരു ജ്യൂസിൻ്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ആദ്യം ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ കസ്കസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് നമ്മുടെ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള നമ്മളെ ക്യുക്കമ്പർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താർ ടൈമിനാണെങ്കിലും നന്നായിട്ട് ദാഹിച്ച് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ജ്യൂസിൽ നിറയെ കടിക്കാനൊക്കെ ഉണ്ടായ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേക്കാളും നല്ലത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ജ്യൂസ് വലിച്ചു കുടിക്കുമ്പോഴാണ് ആ ഒരു സുഖം നമുക്ക് കിട്ടുക. 100% ഞാൻ ഷുവറായിട്ട് പറയാണ്, നല്ല റിഫ്രഷിങ്ങും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇളയ ക്യുക്കമ്പർ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു കസ്കസ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇങ്ങനെ മേലെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലായിടത്തും അങ്ങ് മിക്സ് ആയിക്കോളും.